വിനയനൊപ്പം ശരിക്കാണ്. ശ്രീ വിനയൻ, നമസ്കാരം. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു എങ്കിലും അത് അഭിനയമാണെന്ന് തോന്നാത്ത വിധത്തിൽ ഇഴുകിച്ചേർന്നുള്ള ഒരു പ്രകടനമായിരുന്നു ഈ മീനാ ഗണേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ വിയോഗത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മീനാ ഗണേഷ് എനിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ എന്താ പറയാ, നാടൻ കഥാപാത്രങ്ങൾ നമുക്ക് ഒരു സെറ്റില് മീനാ ഗണേഷ് എത്തിക്കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ചേച്ചിയോ അമ്മയോ ഒക്കെ പോലെ നമുക്ക് തോന്നുന്ന ഒരു അഭിനേത്രിയായിരുന്നു. നമ്മൾ പറയത്തില്ലേ, മണ്ണിന്റെ മണമുള്ള നാടൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് വളരെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. എൻ്റെ വാസന്തി ലക്ഷ്മിയും കരുമാടിക്കുട്ടനും മുതലായ ചിത്രങ്ങളിലൊക്കെ അവര് അത്തരം കഥാപാത്രങ്ങളെ വളരെ വലിയ വിജയത്തിലാക്കി തന്നതാണ്. പ്രത്യേകിച്ച് വാസന്തിയിലെ പടം തുടങ്ങുമ്പോൾ വാസന്തി എന്നുള്ളൊരു വിളി എനിക്കിപ്പോഴും എനിക്ക് ഈ വിവരം കേൾക്കുമ്പോൾ അതാണ് ആ വിളിയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഒരൊറ്റ വിളി കൊണ്ട് തന്നെ ഒരു ഗ്രാമീണ മായ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു അമ്മയുടെ, ഒരു സ്നേഹമയ്യായ അമ്മയുടെ ഒരു ശബ്ദമാണ് നമുക്കതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. വളരെ നല്ല ആർട്ടിസ്റ്റിനപ്പുറത്തേക്ക് വളരെ നല്ല ഒരു എന്താ പറയാ, സെറ്റിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നമുക്ക് വലിയ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയെ പോലെയൊക്കെ നമ്മളോട് നിൽക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിരുന്നു, അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു മീനാ ഗണേഷ്. മീനാ ഗണേഷിന്റെ ഈ വേർപാടിൽ ദുഃഖിക്കുന്നു. ആ കുടുംബത്തിനോട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു.